ഹലോ ഗായ്സ്, ഇന്നിൻ്റെ അപ്പച്ചിൻ്റെ ഒപ്പം കിളിയായി പോയത് ഇമ്മച്ചല്ല, ഞാൻ ഇൽഫിയാണ്. ഞങ്ങൾ ഹോളോ ബ്രിക്സ് എടുക്കാനാണ് പോയത്. ഇപ്പച്ചിൻ്റെ ഒപ്പം എപ്പോഴും ഇമ്മച്ചിയാണ് പോയത്. ഞങ്ങളിത് ആദ്യമായിട്ടാണ്. ഇപ്പച്ചിൻ്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊന്നും ഇമ്മച്ചി മാത്രം അറിഞ്ഞിട്ട് കാര്യമല്ലല്ലോ, ഞങ്ങളും അറിയണ്ടേ. അപ്പം ഞങ്ങൾ ഫ്രീ ആയിട്ട് നിന്നപ്പോൾ ഞങ്ങളും കൂടി കയറി കൂടി വണ്ടിയിൽ. എൻ്റെ അപ്പച്ചി ചെറുപ്പത്തിലെ കുറേ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. അതിൻ്റെ അമ്മച്ചി എപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കുക. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഇപ്പച്ചിനെ എന്തായാലും കഷ്ടപ്പെടുത്തൂല. നിങ്ങളൊക്കെ അപ്പച്ചിമാരെ നിങ്ങളൊക്കെ കുറേ കഷ്ടപ്പെട്ടേ കാര്യം വളർത്തണം. ഇനി എത്ര വലിയ ജോലിയാണെങ്കിൽ ഒക്കത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറുങ്ങനൊക്കെ ഒരു മഴ പെയ്യുന്നുണ്ട്. കിളിയായി പോകുന്നിട്ട് കാര്യമല്ലല്ലോ, കിളീൻ്റെ പണി എടുക്കണ്ടേ. ഞാൻ അടുത്ത ഗേറ്റ് തുറക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്നിട്ട് ഇറങ്ങി. ഞങ്ങൾ വന്നത് യാക്കിപ്പറമ്പൻ ബ്രിക്സ് ആൻഡ് ഹോളോ ബ്രിക്സിലാണ്. അവിടുത്തെ ഗേറ്റൊക്കെ വെറൈറ്റി ആണ് കേട്ടോ. ഏതായാലും ഞാൻ ഒരു കണക്കിന് ആ കെട്ടൊക്കെ അയച്ചിട്ടുണ്ടാകും. ഗേറ്റൊക്കെ തുറന്ന് സെറ്റാക്കി കൊടുത്തു. ഈ ഇൽഫൊക്കെ ഈ ഡോർ അടക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. അവസാനം ഞാൻ തന്നെ വന്ന് അടക്കേണ്ടി വന്നു. വണ്ടിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ എൻ്റെ പൈസ അടിപൊളി ഡ്രൈവർ, അതിനോട് പ്രശ്നമില്ല. ഇൽഫനോണ്ട് കഴിഞ്ഞ അതിലൊക്കെ ഇൽഫിയും കൂടി കൊടുക്കുന്നുണ്ട്. വണ്ടി ബാക്ക് എടുക്കണം നോക്കാൻ ഞങ്ങൾ രണ്ടാളെ ഏൽപ്പിച്ചു. ഇൽഫ കൈയൊട്ടണ എന്താ പറയുക, കൈകൊട്ടൽ നിർത്തുമ്പോൾ വണ്ടി തട്ടാനായി. ആ കൈയൊട്ടുള്ള ഓല് മാത്രമേ കേൾക്കുന്നുള്ളൂ, അത് വേറെ. ഇപ്പച്ച അവിടുന്ന് കൈക്ക് 2 കവറൊക്കെ സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഉന്തുവണ്ടിയൊക്കെ നോക്കി. അങ്ങനെ ഇപ്പച്ച ഓരോ കല്ലുകളായി എടുത്ത് വെക്കാൻ തുടങ്ങി. ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ ആവശ്യമുള്ള കല്ലുകളാണ്. ടോട്ടല് 90 കല്ല് വണ്ടി. അങ്ങനെ ഇപ്പച്ചി കല്ലെടുത്ത് ഇങ്ങനെ വെക്കണേ ഞാനിങ്ങനെ എണ്ണ. എനിക്കും ഇപ്പച്ചിക്ക് ഭയങ്കര ബുദ്ധിയാണ്. അതിൽ വിശ്വാസമുള്ള മുതലാളി വന്ന് എണ്ണം തുടങ്ങിയാണ്. മുതലാളി ഞാനും ഇൽഫിയൊക്കെ എണ്ണുന്നു. ഒക്കെ ഒരേപോലത്തെ എണ്ണൽക്കാരാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ വണ്ടി തിരിച്ച് പെരയിൽ പണിക്കാർ കാത്തിക്കുകയാണ്. ഇവിടെ ഓളോപിക്സ് മാത്രമല്ല കേട്ടോ, ഇന്റർലോക്ക് ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പേരൊക്കെ നന്നാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇന്റർലോക്ക് ഒക്കെ ഇടാൻ. എൻ്റെ പച്ചക്ക് ആരോഗ്യ ആവശ്യമൊക്കെ ഉണ്ടാവാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. എൻ്റെ പച്ച കുറച്ച് കഷ്ടപ്പെട്ട് വളർന്നുകൊണ്ട് തന്നെ പച്ച ഞങ്ങൾ നല്ലോണം നോക്കും. ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുറവും വരുത്തിയില്ല. അപ്പം എല്ലാ പച്ചമാരും അങ്ങനെ തന്നെ. നിങ്ങളൊക്കെ പച്ചമാരെ സ്നേഹിക്കണം. ഓൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.